ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 1 ദിനവൃത്താന്തം 17:2. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ മാറുകയാണ്. ആട്ടിടയനായി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും രാജാവിലേക്ക് ദാവീദ് ഉയർന്നപ്പോൾ ജീവിതം മാറി. ദേവദാരുക്കൾ കൊണ്ട് നിർമ്മിതമായ കൊട്ടാരത്തിൽ സ്വർണവും പവിഴവും പളുങ്കും എല്ലാം നിറഞ്ഞ കൊട്ടാരത്തിലാ പിന്നെ ജീവിതം. ചുറ്റും ഏത് കാര്യത്തിനും എല്ലാവരും ഉണ്ട്. അധികാരങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, സർവ്വതുമുണ്ട്. എന്നാൽ ആ സമയം ദാവീദ് ഓർത്തത് തന്റെ ദൈവത്തെക്കുറിച്ച്. ദാവീദ് നാഥാൻ പ്രവാചകനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ എൻ്റെ ദൈവം കൂടാരത്തിൽ വസിക്കുകയാണ്. അത് പാടില്ല. എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ഏറ്റവും മഹത്വമുള്ള ദേവാലയം ഒരുക്കണം. നാഥാൻ പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്തോ, ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ 25 നോമ്പിലൂടെ ക്രിസ്മസിലേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളുമെല്ലാം മാറി മറിയണ്ടേ. ദാവീദ് എന്ന ആ മനുഷ്യനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. സർവ്വതും ലഭിച്ചപ്പോൾ, എല്ലാ മഹത്വവും ലഭിച്ചപ്പോൾ, എല്ലാ അധികാരവും ലഭിച്ചപ്പോൾ, എല്ലാ സമ്പത്തും ലഭിച്ചപ്പോൾ ദാവീദ് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. ഈ ക്രിസ്മസിലും എൻ്റെ കർത്താവ് വന്നു പിറക്കുന്നത് പുൽക്കൂട്ടില. സർവ്വതും ലഭിച്ചപ്പോൾ, ജോലി, സമ്പത്ത്, നല്ല ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെ പലതും ലഭിച്ചപ്പോൾ അതിലെല്ലാം അലിഞ്ഞങ്ങനെ ജീവിക്കുക എന്നതല്ല. അതെല്ലാം തന്ന ദൈവത്തെ മറന്നു പോകരുത്. നമുക്കും ആഗ്രഹിക്കാം, ഇനി എൻ്റെ കർത്താവ് പിറക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എനിക്ക് സർവ്വതും തന്നവൻ ഇനി കാലിത്തൊഴുത്തിലല്ല, എൻ്റെ നെഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ആ ഒരു പ്രാർത്ഥനയോടെ ഈ 25 നോമ്പിലൂടെ നമുക്ക് ക്രിസ്മസിലേക്ക് എത്താം. അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.